നിരത്തി വെച്ചിട്ട് നോക്കിയേ എത്രയാന്ന് നോക്ക്. ഈ കംപ്ലീറ്റ് സീലുകളും നമ്മൾ ഈ സ്റ്റാമ്പുകളും നമ്മൾ എടുത്തതാണ്. ഇവിടെ വന്നിട്ട് നടന്ന് ഓരോ പവലിനായിട്ട് കയറി ഇറങ്ങി കണ്ട് കഷ്ടപ്പെട്ടെടുത്ത സീലുകളാണ് അല്ലേ. ഇവിടെ ക്യൂ നിന്നിട്ട് പോകണം കേട്ടോ. ഇതാണ് ഇത് ചുറ്റിക്കറങ്ങിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇത് ഏത് പവലിനായിരുന്നെന്തോ ഇത് മുന്നേ ഇവരുടെ ബ്രോഡ്കാസ്റ്റിന്റെ സ്ഥലമായിരുന്നു. ഫാൽക്കൺ ഷോ. ഇവിടുത്തെ ഒരു ഫാൽക്കണിന്റെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. അതിനൊരു ഷോ ഉണ്ട്. അങ്ങനെ വീണ്ടും അസർബൈജാനിലേക്ക് എത്തി. ഒരു ഷോർട്ട് വിസിറ്റ്. നമ്മളൊരു ഷോർട്ട് വിസിറ്റ് അല്ലേ. ആക്ച്വലി അസർബൈജാൻ അല്ല, എക്സ്പോ സിറ്റിയിലെ അസർബൈജാൻ പവലിയൻ ആയിരുന്നു ഇത്. ദുബായ് എക്സ്പോയിൽ നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്. ഇവിടെ എക്സ്പോ സിറ്റി മ്യൂസിയം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ എക്സ്പോയുടെ ഫുള്ള് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് എന്തായിരുന്നു എങ്ങനെയായിരുന്നു മ്യൂസിയത്തിന്റെ. അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞുതരാം. നമുക്ക് നല്ലോണം അറിയാം, പക്ഷെ അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞുതരാൻ വേണ്ടി. ഉസ്ബെക്കിസ്ഥാന്റെ പവലിനൊക്കെ കഫേ ആയി മാറ്റിയല്ലേ. അതുപോലെ ഇതെന്തൊക്കെ പണി നടക്കുന്നുണ്ടല്ലേ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞിരുന്നതാണ്. എക്സ്പോ സിറ്റി എന്ന് പറയുന്നത് ഇവിടെ ദുബായിൽ എക്സ്പോ 2020 നടന്നിരുന്നു. അതിന്റെ പാർട്ടായിട്ട് ഉണ്ടാക്കിയ ഒരു വലിയ ഏരിയ ആണ്. ഇവിടെയായിരുന്നു എക്സ്പോ നടന്നത്. അപ്പോൾ അത് എക്സ്പോ സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എക്സ്പോയുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അറിയാനും മറ്റൊക്കെ വേണ്ടി ഒരു എക്സ്പോ മ്യൂസിയം അവർ തുടങ്ങിയിട്ടുണ്ട്. അത് കാണാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. എക്സ്പോ സിറ്റി റൈറ്റ് സൈഡിലുള്ള എക്സ്പോ സിറ്റി ദുബായ് സെയിൽസ് സെന്റർ. ഇതാണ് അതിന്റെ സെയിൽസ് സെന്റർ. നമ്മൾ ആക്ച്വലി ഇതിന്റെ സെയിൽസ് സെന്ററിന്റെ അടുത്തുള്ള പാർക്കിങ്ങിലാണ് ഇട്ടത്. ഇവിടെ കറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പാർക്കിങ്ങിൽ വണ്ടി കൊണ്ട് ഇടണം എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. എത്തിപ്പെടല്ലേ എവിടെയാണ് എന്താണെന്നൊന്നും മനസ്സിലാവില്ല. നമ്മൾ സെയിൽസ് സെന്ററിന്റെ അടുത്തുള്ള പാർക്കിങ്ങിൽ സെയിൽസ് സെന്ററിന്റെ പാർക്കിങ്ങിലാണ് കൊണ്ടിട്ടിട്ടുള്ളത്. ഈ മ്യൂസിയം വരുന്നത് ഓപ്പർച്യൂണിറ്റി പവലിയൻ്റെ അടുത്താണ്. അപ്പം നമ്മൾ ഇവിടെ ഇട്ടിട്ട് ആക്ച്വലി നമ്മൾ സസ്റ്റൈനബിലിറ്റിയിലുള്ളത് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ്. നമ്മൾ നടന്നിതാ എവിടെ എത്തി. നമ്മളെ അൽവാസൽ ഡോമിൻ്റെ അടുത്തോട്ട് നടന്നെത്തി. ഇതൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിശദമായ വീഡിയോസ് കാണാനായിട്ട് നമ്മളെ ചാനൽ നോക്കിയാൽ മതി. എക്സ്പോയുടെ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയിട്ടുള്ളവരും എക്സ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളവരും പോയി കാണാം. നമ്മൾ അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ടാക്സി കിട്ടിയിട്ടോ. ഇത് ഫ്രീ സർവീസാണ്. അവിടെ നിന്ന് മ്യൂസിയം വരെ പോകാൻ വേണ്ടി ഒരു ടാക്സി സർവീസ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോഴും ഇവിടെ ഫ്രീ സർവീസ് ഇപ്പോൾ ഓടുന്നുണ്ട്, മുന്നത്തെ അതേപോലെ അല്ലേ. അടിപൊളി. ഇവിടെയാണ് എക്സ്പോയുടെ ഓപ്പണിങ്ങും ക്ലോസിംഗ് സെറിമണിയൊക്കെ നടന്നത്. അടിപൊളി സംഭവമായിരുന്നു. അൽവാസൽ ഡോമിൻ്റെ അടിയിലാണ് എല്ലാം നടന്നത്. ഇതൊരു ഡിസ്പ്ലേയും കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് ഡിസ്പ്ലേ വെച്ചിട്ട് പരിപാടിയൊക്കെ നടക്കുന്നതാണ്. ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ ഇപ്പോഴും പരിപാടി നടക്കുന്നുണ്ട് പല ദിവസങ്ങളിലും. ഇതാണ് എക്സ്പോ മ്യൂസിയം വരുന്നത്. വലിയ ക്യൂ ആണല്ലേ. ഇതാണ് എക്സ്പോ മ്യൂസിയം വരുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചുറ്റിയുള്ള ക്യൂ ആണോ അല്ലേ. അതിനെ കൊള്ളാം. അടിപൊളിയോ. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. ഇവിടെ ക്യൂ നിന്നിട്ട് പോകണം കേട്ടോ. ഇതാണ് ഇത് ചുറ്റിക്കറങ്ങിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇത് ഏത് പവലിനായിരുന്നെന്തോ. ഇത് മുന്നേ ഇവരുടെ ബ്രോഡ്കാസ്റ്റിന്റെ സ്ഥലമായിരുന്നു. ഇത് ബ്രോഡ്കാസ്റ്റിങ്ങിന്റെ ലൊക്കേഷൻ ആയിരുന്നു അല്ലേ. ഇവിടെ എക്സ്പോയുടെ സമയത്ത് ബ്രോഡ്കാസ്റ്റിംഗ് ലൊക്കേഷൻ ആയിട്ട് ഉണ്ടായ സംഭവമാണ്. കിർഗിസ്ഥാൻ, കെനിയ ഫുൾ പവലിയൻസ് വെച്ചിട്ടുണ്ടല്ലേ. എല്ലാ പവലിയന്റെ പേര് എനിക്ക് തോന്നുന്നു ഈ പവലിയന്റെ ഒക്കെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഇതായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ക്യൂ നിന്ന് പോകുന്ന സമയത്ത് വല്ല ഓർമ്മ വരുന്നുണ്ടോ? പണ്ടത്തെ എക്സ്പോയിൽ പോയ കാര്യങ്ങൾ വല്ല ഓർമ്മ വരുന്നുണ്ടോ? ജർമ്മൻ പവലിൽ കയറി ഓർമ്മയുണ്ടോ? ജർമ്മൻ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ 3 മണിക്കൂർ 5 മണിക്കൂർ 7 മണിക്കൂറൊക്കെയാണ് ആൾക്കാർ ക്യൂ. രാവിലെ ഒന്നവർക്ക് വൈകുന്നേരം കയറാൻ പറ്റിയ അത്രയും വലിയ ക്യൂ ആയിരുന്നു. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പവലിയനിൽ ഒന്നായിരുന്നു. ഏറ്റവും ബെസ്റ്റ് പവലിയൻ അവാർഡ് കിട്ടിയിരുന്നു അല്ലെ ജർമ്മനിക്ക്. അതായിരുന്നു അടിപൊളിയായിരുന്നു സംഭവം. പക്ഷേ ഏകദേശം എല്ലാ പവലിയനും ഇതുപോലെ തന്നെയായിരുന്നു. ഭയങ്കര ക്യൂ നിന്നിട്ടായിരുന്നു കയറുന്നത്. ആദ്യ സമയത്തൊക്കെ ആരൊക്കെ ഒരു വിലയിലായിരുന്നു. ലാസ്റ്റ് കഴിയാനാവുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ക്യൂ നിൽക്കുന്നവർക്ക് റിഫ്രഷ്മെന്റിന് വേണ്ടി അക്വാഫെനയുടെ വാട്ടർ, പണ്ടത്തെ എക്സ്പോ ഓർമ്മകൾ. പണ്ട് എക്സ്പോയിൽ നമ്മൾ വരുമ്പോൾ ഞാൻ ഫുഡും കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഈ വെള്ളം കിട്ടുമായിരുന്നു. വെള്ളം കൊണ്ടുവരുന്ന കാര്യമില്ലായിരുന്നു, ഫുഡ് മാത്രം കൊണ്ടുവന്നത്. ഫുഡ് ഇവിടെ കിട്ടും, കിട്ടാതല്ല, പക്ഷെ ലോങ് ക്യൂ ആയിരുന്നു. കയ്യിൽ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടില്ലല്ലോ. എന്തൊരു സാധനം കാണിച്ചേ. ഇന്നത്തെ പാസ്പോർട്ട് കൊണ്ടാണ്, എക്സ്പോ പാസ്പോർട്ട് കൊണ്ടാണ് വന്നിട്ടില്ല അല്ലേ. നമ്മൾ ഉള്ളോട്ട് കയറാൻ പോവാണ്. ഇപ്പം മ്യൂസിയത്തിൻ്റെ ഡിസൈനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളോട്ട് കയറുമ്പോൾ ഇതാ പണ്ടത്തെ ഓരോ എക്സ്പോ നടന്ന കൊല്ലങ്ങളും ഏത് സ്ഥലത്താണ് നടന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ മെയിനായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. 1970 ഒസാക്ക, 2020 ദുബായിൽ, 2025 വീണ്ടും ഒസാക്ക. ആൾക്കാരുടെ രൂപങ്ങളാക്കി വെച്ചിട്ടുണ്ട്.
Okay. Please proceed behind. Thank you so much. Please watch your steps. പല Please watch your step. കേട്ടോ. ഫാൽക്കൺ ഷോ. ഇവിടുത്തെ ഒരു ഫാൽക്കണിന്റെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനൊരു ഷോ ഉണ്ട് സംഭവം. ഇതൊക്കെ എക്സ്പോന്റെ ആർട്ടിഫാക്ട്സ് ആണ് കേട്ടോ. എക്സ്പോ നടന്ന പല സംഭവങ്ങളുടെയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോസ് ഇതൊക്കെ ആയിട്ട് അടിപൊളിയാണ്. എക്സ്പോ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഷവലാണ്. എക്സ്പോന്റെ സൈറ്റ് ഗ്രൗണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ച ഷവൽ, ദുബായ് റൂളർ ഉപയോഗിച്ച ഷവലാണ് അത് കാണിക്കുന്നത്. ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ ഇവിടെ എൽഡർ പോയിട്ട് ഉപയോഗിച്ചിരുന്ന അവരുടെ ഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു വോളണ്ടിയേഴ്സിൻ്റെ കിറ്റ്. ഇവിടുത്തെ വോളണ്ടിയേഴ്സിൻ്റെ കിറ്റായിരുന്നു സംഭവം. ഫസ്റ്റ് കയറിയാൽ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ ഒരു ഷോ നടക്കാൻ പോവാണ്. അവിടെ നിന്നിട്ട് ആ ഷോ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകണ്ടല്ലേ? തുടങ്ങാറായി. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഇപ്പോൾ തുടങ്ങും, ഷോ തുടങ്ങും. 3, 2, 1, 0. പറയലോക്കെ എക്സ്പോ സിറ്റിൻ്റെ മുകളിൽ നിന്നുള്ള മാപ്പ്. celebration. And the heart of Expo 2020 Dubai started to beat. We connected the world and created unforgettable memories Visitors. that will be remembered for years to come. ഇതിവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ പോലെ ഉണ്ട്. നമുക്ക് അവിടെ ചോദ്യം ചോദിക്കും, അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ആ ആൻസേഴ്സ് ഏതാണ് കറക്റ്റ് ആൻസർ നമുക്ക് ഇത് ചോയ്സിന് ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് മ്യൂസിക്. حياكم dear visitors, welcome to Expo 2020 Dubai. Please be ready for ticket and bag check. Thank you. എക്സ്പോ നോസ്റ്റോറൊക്കെ നോസ്റ്റോ അല്ലേ? From the very beginning, we believed the impossible is possible. Expo 2020 was the place where the world united in the spirit of optimism and hope at a time we all needed it most. ജപ്പാനിലെ ഒസാക്കയിൽ 1970 അബുദാബിയുടെ പവലിനുണ്ടായ സംഭവം ഇങ്ങനെയായിരുന്നു പവലിനുണ്ടായത് പണ്ടത്തെ എക്സ്പോയിൽ. ആയിരുന്നു എക്സ്പോ 2020 പാസ്പോർട്ട് കേട്ടോ. വൈറ്റ് പാസ്പോർട്ടും യെല്ലോ പാസ്പോർട്ട്. ആദ്യം യെല്ലോ പാസ്പോർട്ട് കിട്ടും, പിന്നെ വൈറ്റ് പാസ്പോർട്ട്. കിടക്കണം വൈറ്റ് പാസ്പോർട്ടിന്റെ വലിയ ആൾക്കാരാണ്. 100 സീല് കിട്ടിക്കഴിഞ്ഞാലാണ് വൈറ്റ് പാസ്പോർട്ട് കിട്ടുക. നമ്മളങ്ങനെ 2 വൈറ്റ് പാസ്പോർട്ടൊക്കെ ഒപ്പിച്ച് അല്ല ഇതാ ഇവിടുത്തെ 100 ഉള്ള സ്കീല് മുഴുവൻ ഒപ്പിച്ച ആൾക്കാരാണ് ഞങ്ങൾ. വളണ്ടിയേഴ്സിന് കൊടുത്ത അപ്രീഷിയേഷൻ മൊമെൻറ്റോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. വളണ്ടിയർ ആയവർക്ക് അല്ലേ ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. 30,000 വോളണ്ടിയേഴ്സ്, 180 നാഷണാലിറ്റീസ്. 30 വളണ്ടിയേഴ്സ് വേണമായിരുന്നു. അത്രയും വലിയ ഏരിയ ആയിരുന്നു, അത്രയും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു. അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും ഉണ്ടായത്. വോളണ്ടിയേഴ്സിനെ വെൽബീങ് മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൊരു ഡിവൈസ് അവർക്ക് കൊടുത്ത സംഭവമാണ്. അതാണ് ഇത്. സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരായിരുന്നല്ലോ സ്കൂൾ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട്. അതിനൊരു സീലുണ്ട് കേട്ടോ. അത് നമുക്ക് കിട്ടിയില്ല. നമുക്ക് പിന്നെ സ്കൂളിൽ നിന്ന് വരാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു സീല് കിട്ടിയില്ല. ഈ സീൽ ഇവിടുന്ന് കിട്ടുമെന്ന് ഇപ്പോൾ എക്സ്പോ 2020 മാസ്കോട്ട്സ് ആയിരുന്നു കേട്ടോ. ഇത് റാഷിദ്, ഇത് ലത്തീഫ, അതുപോലെ ഇവിടുത്തെ റോബോട്ട് ആയിരുന്നു ഒക്കി അല്ലേ? ഒക്കി റോബോട്ട്. ഇതിനോട് ഡാൻസ് കളിക്കും, ഇതിനോട് നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, വഴി ചോദിക്കാം, എല്ലാം ചെയ്യാൻ പറ്റുന്ന സംഭവമായിരുന്നു. ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ ഒരു ക്യാമറ ഒക്കെ ഉണ്ട്, പണ്ടുണ്ടായ സംഭവമായിരുന്നു. ഓർമ്മകളല്ലേ? ഇപ്പോൾ ഇത് ഇവിടെ എക്സ്പോ ഇൻസ്പിറേഷൻ കൊണ്ട് എഴുതി ഉണ്ടായ ഇൻസ്പിറേഷൻസ് ഇവിടെ എഴുതി കൊടുക്കാം. ഒരുപാട് എഴുതാനുണ്ടാവുമല്ലോ അല്ലേ? നീണ്ട കഥ ഇതൊന്നും പോരാ അല്ലേ?
ഒരു വലിയ രണ്ട് പുറത്തേക്ക് അറിയാതെ അഡീഷണൽ ഷീറ്റ് മേടിക്കണം. ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. വലിയ കഥകളാണല്ലോ. ഇതിനേക്കാളും വേണമെന്നോ അല്ലേ? പണ്ടത്തെ അയവർക്കിക്കൊണ്ട് അല്ലേ? ഇനി ഒരു എക്സ്പോ ഇവിടെ ഉണ്ടാവട്ടെ അല്ലേ? ഉണ്ടാവട്ടെ. ഇതിന് മുകളിലും സ്ഥലമുണ്ട് കേട്ടോ. ഇതിന് മുകളിലോട്ട് ലൈബ്രറിയാണ്. അപ്പോൾ ലൈബ്രറി ഇതേ സ്പേസ് വിട്ടിട്ടുണ്ട്. സ്പേസ് മിഷൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏതോ പവലിയനിൽ ഉണ്ടായിരുന്നു. അതെ, അതാ സാറ്റേൺ, മാർസ് ഒക്കെ കൊടുത്തിട്ടാണ്, ജൂപ്പിറ്റർ ഒക്കെ കൊടുത്തിട്ടാണ്. ടെർമിനസ് ഇത് വേറെ റോബോട്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ലൈബ്രറി വെച്ചിട്ടുണ്ട്. സോവനീസ് ഇനിയും ബാക്കിയുള്ള എന്തെങ്കിലും സോവനീസ് വേണമെങ്കിൽ കേട്ടോ. അവിടുത്തെ എക്സ്പോ പാസ്പോർട്ട് നിരത്തി വെച്ചിട്ട് ഇതായിരുന്നു എക്സ്പോ പാസ്പോർട്ട്. ഈ പാസ്പോർട്ടിലാണ് വാങ്ങിയിട്ട് ഇവിടുന്ന് നമ്മൾ സീൽ വാങ്ങിച്ച് പോകുന്നുണ്ടായത്. ഇങ്ങനെയാണ് പാസ്പോർട്ട് ഉണ്ടായത്. ഈ പാസ്പോർട്ടിൽ, ഈ യെല്ലോ പാസ്പോർട്ടിൽ 100 സീൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റ് പാസ്പോർട്ട് കിട്ടും. ഈ ലൈബ്രറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പോനെ പറ്റിയുള്ള കംപ്ലീറ്റ് ബുക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇരുന്നിട്ട് വായിക്കാൻ പറ്റും. ഇത് വാങ്ങാനും പറ്റും അവിടെ പുതിയതായിട്ട്. ഇവിടെ ഇതിൻ്റെ ആർക്കിടെക്ചർ, ഹിസ്റ്ററി കാര്യങ്ങൾ, സൈറ്റ് തീംസ് ആൻഡ് ആർക്കിടെക്ചറിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ്. എക്സ്പോ സ്റ്റാമ്പിംഗ് സ്റ്റേഷൻ എന്നൊരു സംഭവമുണ്ട്. എല്ലാ സ്റ്റാമ്പുകളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേറൊരു സ്ഥലത്തോട്ട്, വേറെ ബിൽഡിങ്ങിലോട്ട് അവർ മാറ്റിയിട്ടുണ്ട്. പക്ഷേ 2 സ്റ്റാമ്പുകൾ ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ. എക്സ്പോ മ്യൂസിയത്തിൻ്റെ സ്റ്റാമ്പ് കൂടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇതാണ് നമുക്ക് പുതിയ ഇന്ന് വന്നിട്ട് സ്റ്റാമ്പ് ഒപ്പിച്ചല്ലേ. അപ്പം ഇവിടെ വരുന്നവരെ എക്സ്പോ പാസ്പോർട്ട് കൊണ്ടുവരാൻ. എക്സ്പോന്റെ എല്ലാ സീലുകളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് മിസ്സായി കഴിഞ്ഞാൽ ഇവിടെ വന്ന് വാങ്ങാം. ജസ്റ്റ് പേരിന് വാങ്ങിച്ചിട്ട് പോവാം അല്ലേ? ആക്ച്വലി നമ്മളെ പോലെ എല്ലാ പവലിലും കയറി എടുക്കണം എന്നാണ്. നമ്മളെ കയ്യിൽ എല്ലാത്തിൻ്റെയും സീലുണ്ട്. പക്ഷെ ഇവിടെ വന്ന സ്ഥിതിക്ക് പേരൊന്നും എടുക്കണ്ട അല്ലേ? This is for the countries from U to Z. This is the organizations and stamps for pavilions. ഓക്കെ, അതെടുത്തോ. നിരത്തി വെച്ചിട്ട് നോക്കിയേ എത്രയാന്ന് നോക്ക്. ഈ കംപ്ലീറ്റ് സീലുകളും നമ്മൾ, ഈ സ്റ്റാമ്പുകളും നമ്മൾ എടുത്തതാണ്. ഇവിടെ വന്നിട്ട് നടന്ന് ഓരോ പവലിനായിട്ട് കയറി ഇറങ്ങി കണ്ട് കഷ്ടപ്പെട്ടെടുത്ത സീലുകളാണ് അല്ലേ? യൂണിവേഴ്സിറ്റി ഓഫ് ദ ഫ്യൂച്ചർ. അടിക്കട്ടെ? അടിച്ചോ. ഇതും കിട്ടിയൊക്കെയാണ്. വെറുതെ പേരിന് വന്ന സ്ഥിതിക്കൊന്നും വാങ്ങണ്ടേ. ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. രസമല്ല കേട്ടോ. ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ എടുക്കുന്നത് കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. ഇത് കൊള്ളാലോ. ഇവിടുന്ന് വാങ്ങാനും പറ്റും. എനിക്കിനി എക്സ്പോ പാസ്പോർട്ടിൽ വെച്ചാൽ പാസ്പോർട്ട് ഇവിടുന്ന് വാങ്ങാൻ ഇത് വാങ്ങിയിട്ട് ചെയ്യാം. വൈറ്റ് പാസ്പോർട്ടിന് 60 തരാണ്, യെല്ലോ പാസ്പോർട്ടിന് 20 തരാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിയിട്ട് നിങ്ങൾക്ക് അവിടെ സീലും വാങ്ങിയിട്ട് പോകാം. ഈ മ്യൂസിക് ആയിരുന്നു എക്സ്പോയുടെ തീം കേട്ടോ. ഓർമ്മകൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എനർജിയാണ് അല്ലേ? നമ്മുടെ ഇവിടെ സീലിൻ്റെ സ്ഥലത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. നമ്മൾ പിന്നെ സീലുകളൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ അടികൂടാൻ പോയില്ല. എല്ലാ സീലും കിട്ടി. നമ്മൾ വെറുതെ ഒരു എക്സ്ട്രാ സീൽ നമ്മളൊന്ന് എക്സ്ട്രാ എടുക്കുകയും ചെയ്തല്ലേ. നമുക്ക് ഇവിടുന്ന് കിട്ടിയ പുതിയൊരു സീൽ കിട്ടിയത് 2 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് എക്സ്പോ 20 മ്യൂസിയത്തിൻ്റെ സീലും ഒന്ന് സ്റ്റോറീസ് ഓഫ് നേഷൻ എന്ന് പറഞ്ഞ ആ പാർട്ട് ഓഫ് എക്സ്പോ സിറ്റി ദുബായിയുടെ 2 സീൽ വേണമെങ്കിൽ എക്സ്ട്രാ. എല്ലാ സീലും കിട്ടിയവർക്ക് എക്സ്ട്രാ കിട്ടാൻ വേണ്ടി ഇവിടെ വരാം. എപ്പോൾ എക്സ്പോ സിറ്റി വരുമ്പോഴും പാസ്പോർട്ടും കൊണ്ടുവരും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ലേ ഇതിൽ. ചിലപ്പോൾ ഇവിടെ ചായ കുടിച്ചാലും സീൽ കിട്ടുമായിരിക്കും. ദുബായ് മെട്രോയിൽ വന്ന് 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും കേട്ടോ. ഇതാണ് അൽവാസൽ പ്ലാസേൻ്റെ തൊട്ടടുത്താണ് അൽവാസൽ പ്ലാസ. അതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് എക്സ്പോ 2020 മ്യൂസിയം ഉള്ളത്. എക്സ്പോ 2020 മ്യൂസിയത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ടാക്സി പിടിച്ചിട്ട്, ഇവിടുത്തെ ഫ്രീ ടാക്സി ഉണ്ട് കേട്ടോ. ഫ്രീ ടാക്സി പിടിച്ചിട്ട് നമ്മൾ മൊബിലിറ്റിയിലുള്ള സ്റ്റോറീസ് ഓഫ് നേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. അവിടെ വേറെന്തോ പുതിയത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും കൂടെ ഒന്ന് കാണാം. ഇങ്ങനെ പോകുമ്പോൾ ദൂരെ അങ്ങതാ ഭാരത് എഴുതിയ സംഭവം കേട്ടോ. അതാണ് ഇന്ത്യയുടെ പവലിയൻ ഉണ്ടായത് കേട്ടോ. How is the journey so far? Yeah, it's good, really good. It's just the weather very hot. Yeah, remembering the Expo days. Yes, the glory days of Yeah. Expo before. Yes. കിങ്ഡം ഓഫ് സൗദി അറേബ്യയുടെ പവലിനായിരുന്നു കേട്ടോ അത്. ഇതാണ് വുമൻസ് പവലിയൻ. ഇതിപ്പോഴും ഓപ്പൺ ആണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ എൻട്രി ഫീസ് ഉണ്ട്. മുകളിലോട്ട് കയറി കാണാനുള്ള സംഭവം ഗാർഡൻ ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞ സംഭവമാണ്. അവിടെ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് കയറാൻ പറ്റും. അവിടെ മുകളിൽ കയറിയിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടും. ഇത്രയും മുകളിൽ കയറിയിട്ട് ഇവിടെയാണ് എൻട്രൻസ്. സ്റ്റോറീസ് ഓഫ് ദ നേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ എൻഡ്ലെസ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു മൊബിലിറ്റി ഡിസ്ട്രിക്റ്റിലാണ്. ടെറയുടെ അടുത്തല്ലേ. അതിന്റെ സ്റ്റാമ്പ് ഓൾറെഡി കിട്ടി. അതിന് സ്റ്റാമ്പ് കിട്ടിയല്ലേ. ഇനി നമുക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റുമോ നോക്കാം. ഇവിടെയാണ് സ്റ്റോറീസ് ഓഫ് നേഷൻസ്. കയറിക്കോളൂ. സ്റ്റോറീസ് ഓഫ് നേഷൻ കൊണ്ട് ഇവിടെ ഓരോ നേഷൻ്റെ ഓരോ പവലിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഉണ്ടായതെന്നും ഓരോ പവലിനെയും കാര്യങ്ങൾ കാണാൻ പറ്റും. അത് QR കോഡ് സ്കാൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ.
ഓരോ രാജ്യത്തിൻ്റെയും പേരിൽ പവലിൻ്റെ പേരിൽ ഇവിടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ വെർച്വൽ പവലിൻ നമുക്ക് ഓപ്പൺ ആയി വരും. എക്സ്പ്ലോർ ഇൻ 360 ഡിഗ്രി വ്യൂവിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണം. നമ്മളത് ആപ്ലിക്കേഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, സെയിം തന്നെ അല്ലേ? നമുക്ക് മുന്നേ എക്സ്പോർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് അതേ സെയിം സംഭവം നമുക്ക് ഇവിടെ ഒന്ന് സ്കാൻ ചെയ്ത് കാണാൻ പറ്റും. പണ്ടത്തെ ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ കേട്ടോ. ഈ എക്സ്പോയിൽ വന്നവർക്കായിരിക്കും ഇത്രയും ഒരു നൊസ്റ്റാൾജിയ ആ ഒരു ഫീൽ ഉണ്ടാവുക. ഇല്ലാത്തവർക്ക് ഇതെന്താണെന്ന് ഇവരൊക്കെ കളിക്കണത് വിചാരിക്കും. നമുക്കെന്നും ഒരു വികാരമാണത്. അതൊരു പ്രത്യേക വികാരമായിരുന്നു എക്സ്പോ എന്ന് പറയുന്നത്. അൽബേനിയ, അൾജീരിയ, അങ്കോള, ആന്റിഗ, ബർബുഡ, ആസിയാൻ, ഓസ്ട്രേലിയ, ബാർബഡോസ്, അങ്ങനെ എല്ലാ പവലിൻ്റെ പേര് ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മുകളിൽ. അതുപോലെ ഇതെന്താ ഓൾഡ് ഏജ് ജർക്ക്, ഐറീൻ മൂൺ, ഇതൊക്കെ എന്തോ കഫേ പോലത്തെ സംഭവമാണ് കേട്ടോ. ഇവിടെ ഒന്ന് കുടിക്കാനൊക്കെയുള്ള സംഭവമാണ്. ഓരോ രാജ്യത്തെ ഓരോ സ്പെഷ്യാലിറ്റി സാധനം വെച്ചിട്ടുണ്ടല്ലേ? എടുത്ത് വെച്ചാണ്. ഓക്കെ. ഇത് തായ്ലൻഡിലെ തായ്ലൻഡ് പവലിയൻ ഓർമ്മയില്ലേ? ഓക്കെ. ഓരോ പവലിനുണ്ടായ സംഭവം ഇതാ. ആഹാ. ഒപ്റ്റിമിസ്റ്റിക്, ഇതിങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഹൗ ബെസ്റ്റ് ക്യാൻ ബി അഡ്വാൻസ് ഹ്യൂമൻ പ്രോഗ്രസ്, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ 2 സർഫ് ബോർഡൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എക്സ്പോയിൽ വന്നവർക്ക് എന്തായാലും ഒരിക്കലും മിസ്സായി കൂടാത്ത സ്ഥലമാണ് അല്ലേ? മൊബിലിറ്റിയുടെ തീമിന് സ്യൂട്ട് ആവുന്ന കുറെ പവലിയൻസ് ഉണ്ടായിരുന്നല്ലോ. ആ പവലിയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അവരിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അതെ 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 അതെ. അതിലുള്ള ഇന്നോവേഷൻസും കാര്യങ്ങളെല്ലാം എക്സ്പോയിൽ വന്നൊരു ഫീലോ. ചെറുതായിട്ട് ഈ എക്സ്പോയിലെ കുഞ്ഞു കുഞ്ഞു പവലിയൻസ് ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ വന്നൊരു ഫീൽ ഉണ്ട്. അവിടെയുള്ള കുറേ ആർട്ടിഫാക്ട്സ് ആണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. അവിടെ ആ പവലിയൻസിൽ ഉണ്ടായ കുറേ സംഭവങ്ങളാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഓർമ്മകളൊക്കെ ഒരുപാട് ട്രിഗർ ചെയ്യും കേട്ടോ. ഈ ഏഷ്യൻ ട്രെയിൽ ഇതൊക്കെ നമ്മൾ ചെയ്താണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് സോവനീസ് ഒക്കെ ഇവിടുന്ന് കിട്ടിയിരുന്നു. ഇതാ മാസ്ക് വരെ വീട്ടിലിരിപ്പുണ്ടല്ലേ. നമ്മൾ ഇന്ന് രാവിലെ പാസ്പോർട്ട് തപ്പുന്ന സമയത്ത് അതൊക്കെ കണ്ടിരുന്നു. അതെ അതെ. ഇതിന്റെ ജോർദാന്റെ ഇതുണ്ടായിരുന്നു. ഇതിന്റെ പിന്നുണ്ട്, ജോർദാന്റെ ഒരു പിന്നുണ്ട്, അത് ഇവര് വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ജോർദാന്റെ പിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ടല്ലേ. ഇങ്ങനെയായിരുന്നു റഷ്യൻ പവലിൽ കാണാൻ. എക്സാക്ട്ലി ഇങ്ങനെയായിരുന്നു, ഒരു ലൈറ്റ് ഫുൾ കളർ ലൈറ്റുകൾ ഇങ്ങനെ പോകുന്ന തരത്തിലായിരുന്നു റഷ്യൻ പവലിൽ ഉണ്ടായത്. മൊബിലിറ്റിയിലെ സ്റ്റോറീസ് ഓഫ് നേഷൻ നമ്മൾ കണ്ടു. ഇത് സ്റ്റോറീസ് ഓഫ് നേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പവലിയനിലും അതായത് മൊബിലിറ്റി, സസ്റ്റൈനബിലിറ്റി, ഓപ്പർച്യൂണിറ്റി 3 പവലിനുണ്ടായത്. 3 പവലിനിലെയും രാജ്യങ്ങളുടെ ചുരുക്ക ഒരു രൂപം, അതാണ് സ്റ്റോറീസ് ഓഫ് നേഷൻ എന്ന് പറഞ്ഞ് അവർ കൊടുത്തില്ല. അപ്പോൾ ഓരോ പവലിലും ഉണ്ട്. കഴിഞ്ഞു, അതാണ് ആ മ്യൂസിയം, എക്സ്പോ മ്യൂസിയം മൊത്തത്തിലാക്കി അവർ. അതാണല്ലേ. പിന്നെയുള്ളത് അടുത്തത് സസ്റ്റൈനബിലിറ്റിയിൽ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ 6 മണി വരെ ഉള്ളൂ. ഇത് എല്ലാ സംഭവങ്ങളും 6 മണി വരെ ഓപ്പൺ ഉള്ളൂ. 6 മണി കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആണ്. പണ്ടത്തെ പോലെ ആയിരുന്നെങ്കിൽ രാത്രി 10 മണി വരെ ഇങ്ങനെ വരി തിരിഞ്ഞ് നടക്കായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. ഓൾറെഡി 6 മണിയായല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി തീർന്നു. അപ്പോൾ എക്സ്പോ സിറ്റിയിൽ വന്ന വെറുതെ ആയില്ല ഇന്നത്തെ അല്ലേ? അതെ, നമ്മൾ ഇന്ന് വന്നിട്ട് എക്സ്പോ 2020 മ്യൂസിയം കണ്ടു, സ്റ്റോറീസ് ഓഫ് ദ നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പവലിയൻ കണ്ടു. വന്നപ്പോ മൊത്തത്തിൽ നമുക്ക് എക്സ്പോ വീണ്ടും ഒന്ന് ആ ഒരു ഇത് നിങ്ങൾക്ക് കാണുന്നവർക്ക് ചിലപ്പോ എന്താന്ന് കളയാലാല പറയുന്നതെന്ന് തോന്നും. അത് തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങൾ നമ്മളെ എക്സ്പോയുടെ വീഡിയോസ് കാണണം. അത് നമ്മൾ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷന് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അങ്ങനെയുള്ള പുതിയ പുതിയ വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പൊ ഈ ഒരു എക്സ്പോ സിറ്റിയിൽ നിന്നും നമ്മൾ തൽക്കാലികമായി വിട പറയുന്നു. Bye bye.